കൊടിസുനിക്ക് പരോൾ കൊടുത്തത്രേ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ലാതെ കുരുപൊട്ടിയിരിക്കുന്നു. ബ്രേക്കിങ്ങോട് ബ്രേക്കിംഗ്, ചർച്ചയോട് ചർച്ച, ആശങ്കയോട് ആശങ്ക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന 21 വയസ്സുകാരനെ ക്യാമ്പസിൻ്റെ മുന്നിൽ വെച്ച് കുത്തിക്കൊന്ന നിഖിൽ പൈലിക്ക് പരോൾ കിട്ടി. ഈ കൊലപാതകമെന്ന് പറഞ്ഞാൽ രണ്ട് തരമാണ്. CPMൻ്റെ ഭാഗത്തുള്ളവർ ചെയ്താൽ അത് ക്രൂര കൊലപാതകം, കോൺഗ്രസ്സുകാർ ചെയ്താൽ ഗാന്ധിയൻ കൊലപാതകം. രണ്ടും ജീവൻ നഷ്ടപ്പെടുത്തിയ സംഭവമാണ്. അതിനെ രണ്ട് രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പരോൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. 7 കൊലപാതകം ചെയ്ത റിപ്പർ ജയാനന്ദന് വരെ ഈ നാട്ടിൽ പരോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് സ്വന്തം അമ്മ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരോൾ കൊടുക്കാത്ത കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 6 വർഷങ്ങൾക്ക് ശേഷം പരോൾ ലഭിച്ചിരിക്കുകയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാര്യം നമ്മൾ പെരിയ കേസ്, TP ചന്ദ്രശേഖരൻ കേസ് തുടങ്ങി കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേസുകളെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ പൊലിപ്പിച്ച് ആൾക്കാർക്കിടയിൽ വൈകാരിക തലം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഏത് കൊലപാതക കേസായിരുന്നാലും ഈ നാട്ടിൽ നിഖിൽ പൈലിക്ക് എങ്ങനെയാണോ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ പരോളിന് അർഹതയുണ്ട്. അതുമാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിന് ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നത് ഒരു പ്രത്യേകതരം വേദനയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ നാട്ടിൽ ആരുടെയും ജീവൻ എടുക്കാൻ പാടില്ല. ആ പ്രവൃത്തി ചെയ്യുന്നവന്മാരൊന്നും പുണ്യാളന്മാരല്ല, അവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടതുമുണ്ട്. പക്ഷേ ഒരു സൈഡിലുള്ളത് എന്തുമാകാം, മറു സൈഡിൽ പാടില്ല എന്ന് പറയുന്ന ആ ഒരു പക്ഷം ചേരലുണ്ടല്ലോ, അത് മാപ്രകൾ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിഖിൽ പൈലിക്ക് ജാമ്യം കിട്ടിയ സന്ദർഭത്തിൽ ഇതേപോലെ വേദന ഉണ്ടാകണമായിരുന്നു. TP ചന്ദ്രശേഖരനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും ഇപ്പോഴും രാഷ്ട്രീയ കച്ചവടത്തിന് വേണ്ടി മനോരമ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നത്. അതുകൊണ്ട് കൊടിസുനിക്കോ ആ കേസിൽ ഉൾപ്പെട്ടവർക്കോ ആജീവനാന്തം പരോൾ കിട്ടാൻ പാടില്ലത്രേ. ഇത് ഒരു പ്രത്യേകതരം മനോഭാവമാണ്. കൊലപാതകങ്ങൾ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഭീകരമാകും. നേരെ മറിച്ച് കോൺഗ്രസ്സുകാർ ഈ നാട്ടിൽ ആരെയൊക്കെ കൊലപാതകം ചെയ്താലും അത് സാധാരണഗതിയിലെ ചരമ വാർത്ത പോലെ കടത്തിവിടുന്ന ആ മനോഭാവം, അത് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവരുടെ ഉള്ളിലെ സംഘീബോധവും ഒപ്പം കോൺഗ്രസ് ബോധവുമാണ്. അവർ കുരച്ചെന്ന് കരുതിക്കൊണ്ട് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനോ കോടതിയോ കേൾക്കണമെന്നില്ല. അവരാണ് സകല കാര്യങ്ങളിലെയും വിധികർത്താക്കളായി മാറി ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വിഷയത്തെയും ഉയർത്തുന്നത്. കൊടിസുനിയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടെങ്കിൽ, എന്ത് ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിലും അവർക്കൊക്കെ പരോൾ എന്ന് പറയുന്നത് ശിക്ഷിച്ചതിന് ശേഷമുള്ള സ്വാഭാവിക നടപടിയാണ്. ആ നടപടി ഒരു അമ്മയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ്. അതിലിപ്പോൾ സർക്കാരിനെ അങ്ങ് പഴിചാരിക്കളയാം, സർക്കാരിൻ്റെ പേരിൽ കുറച്ച് ചർച്ചയാക്കി ജനങ്ങൾക്കിടയിലേക്ക് നെഗറ്റീവ് പരത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ പണി നിങ്ങൾ എടുത്തോളൂ. നിയമപരമായിട്ട് അതിലെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതാണ് ഉയർത്തിക്കാട്ടേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പിനൊന്നും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല. നിയമപരമായിട്ടുള്ള പ്രോസസ്സിംഗ് മാത്രമാണ്. ഒരാൾക്ക് നിയമം ലംഘിച്ച് പരോൾ അനുവദിച്ചെങ്കിൽ അതൊരു ചർച്ചയാക്കാം. ഒരു കേസിൽ ഉൾപ്പെട്ടു എന്ന കാരണം കൊണ്ട് ആജീവനാന്തം പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള മനോഭാവത്തിൻ്റെ ബാക്കി പത്രങ്ങളാണെന്ന് മാത്രമേ പറയാനുള്ളൂ.